ദില്ലി ഇൻഡോർ വിമാനം അടിയന്തരമായി തിരിച്ചിറക്കി. എഞ്ചിന് തീപിടിച്ചതിനെ തുടർന്നാണ് തിരിച്ചിറക്കിയത്. അബ്ദുൾ റഷീദ് വിവരങ്ങളുമായി ചേരുകയാണ്. അബ്ദുൾ റഷീദ്, എന്തൊക്കെയാണ് ഇപ്പോഴത്തെ വിവരങ്ങൾ? അബ്ദുൾ റഷീദ് വിവരങ്ങളുമായി ചേരുന്നു. ദില്ലിയിൽ ഇൻഡോർ വിമാനം അടിയന്തരമായി തിരിച്ചിറക്കി. എഞ്ചിന് തീപിടിച്ചു എന്നാണ് വിവരം. ഇതിനെ തുടർന്നാണ് തിരിച്ചിറക്കുന്നത്. ആർക്കെങ്കിലും അപകടം ഉണ്ടോ എന്ന അന്വേഷണത്തിൽ യാത്രക്കാരൊക്കെ സുരക്ഷിതമാണ് എന്ന നല്ല വാർത്ത തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും അബ്ദുൾ റഷീദ് വിവരങ്ങളുമായി ചേരുകയാണ്. അബ്ദുൾ റഷീദ്, കേൾക്കാമോ? വിമാനം അടിയന്തരമായി തിരിച്ചിറക്കി. ദില്ലി ഇൻഡോർ വിമാനം അടിയന്തരമായി തിരിച്ചിറക്കുന്നൊരു സാഹചര്യം. എഞ്ചിനുള്ളിൽ തീ കണ്ടെത്തുന്ന വിവരം ഉണ്ട്. ഒപ്പം ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത എന്നത് തുടർച്ചയായി ഇത്തരത്തിൽ വിമാന അപകടങ്ങൾ അല്ലെങ്കിൽ അപകടത്തോട് അടുക്കുന്ന രീതിയിലുള്ള ആപത്തുകളൊക്കെ ഉണ്ടാകുന്ന സാഹചര്യം ഇന്ത്യയിൽ തുടരുകയാണ്. നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ മാസത്തിലുണ്ടായ വലിയ വിമാന ദുരന്തം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യത്തിൽ എന്താണ് ഇത്തരത്തിൽ തീപിടിക്കാനുണ്ടായ സാഹചര്യം, ഇതൊക്കെ അറിയേണ്ടതുണ്ട്. അബ്ദുൾ റഷീദ്, യാത്രക്കാരൊക്കെ സുരക്ഷിതരാണ് എന്നാണ് ഈ ഘട്ടത്തിൽ അറിയാനാകുന്നത്, അല്ലേ? അജിൻഷാദ്, തീർച്ചയായും ഈ വിമാനത്തിലുണ്ടായിരുന്ന യാത്രക്കാരെല്ലാവരും സുരക്ഷിതരാണ് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ വിമാനത്താവള അധികൃതർ വ്യക്തമാക്കുന്നത്. മാത്രമല്ല, ഈ യാത്രക്കാരൊക്കെ തന്നെ മറ്റൊരു വിമാനത്തിലേക്ക് ഇപ്പോൾ ഇൻഡോറിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് രാവിലെയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. ദില്ലിയിലെ ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും ഇൻഡോറിലേക്ക് ടേക്ക് ഓഫ് ചെയ്തിട്ടുള്ള വിമാനം പറന്നുയർന്ന ഉടൻ തന്നെ ഈ വലത്തെ എഞ്ചിന് തീപിടുത്തമുണ്ടായി എന്ന സന്ദേശം പൈലറ്റിന് ലഭ്യമാക്കുകയായിരുന്നു. ഇതിനെ തുടർന്നാണ് അടിയന്തരമായി ദില്ലിയിലെ തന്നെ വിമാനം തിരിച്ചിറക്കുകയും സുരക്ഷാ നടപടികൾ ആരംഭിക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഈ എഞ്ചിന് തീപിടുത്തം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം ഇപ്പോൾ എയർ ഇന്ത്യ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി പ്രധാനമായും ഈ തീപിടുത്തത്തിന് കാരണം എന്താണ് എന്നുള്ള കാര്യങ്ങളാണ് അന്വേഷിച്ചു വരുന്നത്. അതിനുള്ള ഉത്തരവ് DGCA ഇതിനോടകം പുറപ്പെടുവിക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ ഈ യാത്രക്കാരൊക്കെ തന്നെയും സുരക്ഷിതരാണ് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ മനസ്സിലാവുന്നത്. ശരി, എന്തായാലും യാത്രക്കാരൊക്കെ സുരക്ഷിതരാണ്. തുടർന്നുള്ള മിനിറ്റുകളിൽ ഇതിൻ്റെ ഏറ്റവും അപ്ഡേറ്റഡ് വിവരങ്ങളിലേക്ക് അബ്ദുൾ റഷീദിലേക്ക് തിരിച്ചെത്താം.